നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഡ്രൈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെയും കൂടെയും എന്തിൻ്റെയും കൂടെ കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. വളരെ സിമ്പിളായിട്ടും അതീവ രുചിയിലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത്. ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാളയുടെ നിറമെല്ലാം മാറി സവാള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മളൊരു പാൻ്റെ അകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഉപ്പ്, ഒരു 4 പച്ചമുളക്, തേങ്ങാക്കൊത്ത്, 2 തക്കാളി, കറിവേപ്പില, വറുത്ത് വെച്ചിരിക്കുന്ന സവാള, 1 ടീസ്പൂൺ വിനാഗിരി, അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ മാറ്റി വെക്കുക. സവാള വറുത്തെടുത്ത അതേ ഉരുളിയിലേക്ക് തന്നെ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എണ്ണയിലിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ്റെ അകത്തേക്ക് സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ച് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് തന്നെ അത് വേവാനുള്ള വെള്ളം ഇറങ്ങി വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് ചിക്കൻ മൂടി വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ ഇനി അത് തുറന്ന് വെച്ച് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. തുറന്ന് വെച്ച് ഒരു 10 to 15 മിനിറ്റ് കുക്ക് ചെയ്തപ്പോഴത്തേക്ക് ചിക്കൻ്റെ കളറൊക്കെ മാറി നമ്മൾ ആ ഫ്രൈ ആവുന്നതിൻ്റെ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ ഇനിയും കൂടുതൽ ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 10 to 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചിക്കൻ ഒന്നുകൂടെ ഡ്രൈ ആവും. അതല്ല കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കുക്കിംഗ് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. നല്ലൊരു സ്വാദിനും മണത്തിനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
ചിക്കൻ ഇനിയും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആകും തോറും ചിക്കൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം ഇതിനി അധികം ഡ്രൈ ആവണോ അതോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഒരു ചോയ്സാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടെ ഇതൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ ഞാനിനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ ചിക്കൻ ഡ്രൈ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.